എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ. അച്ഛൻ എന്താ ഇവരെ ഡിഫൈൻ ചെയ്തത്? നമ്മളെ പറ്റിയാണല്ലോ പറയുന്നത്. അച്ഛൻ ഉദ്ദേശിച്ചത് മക്കളെ രണ്ടുപേരെയാ. അച്ഛൻ കാണുന്ന ഈച്ചകളെയാണല്ലോ. ഞാൻ കുറച്ച് സന്തോഷമാണെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. സ്കിപ്പിടി, പൂക്കി, സിറ്റുവേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിട്ടൊക്കെ സലീം കുമാറിന് അവെയർ ആണോ? അതെന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ കുക്കി എന്താ ഉദ്ദേശിക്കുന്നത് അറിയാം. കിബിടി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. കൊച്ചു പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ പൂവിലിരുന്നൊരു പൂമ്പാറ്റേ. ചന്തു ഇതിനകത്തെ ത്രൂ ഔട്ട് ഒരു പ്രത്യേകത ഒരു കണ്ണിന്റെ എക്സ്പ്രഷൻ പിടിച്ചിട്ടുണ്ടല്ലോ. പ്രേമിക്കുന്നതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വലിയ താല്പര്യമില്ല. അത് അവര് ചുറ്റുള്ള എല്ലാവരും ഡാൻസ് ചെയ്യും. പ്രണയത്തിലാകുമ്പോ ഒരു ചുറ്റുള്ള ഡാൻസ് ചെയ്യുന്ന, പക്ഷെ എനിക്ക് താല്പര്യം ഡാൻസ് കളിക്കണേ. ആവേശത്തിന്റെ ഒരു വള്ളിയായിട്ടാണെങ്കിൽ ഇതിൽ അങ്ങനല്ല. വള്ളി പിടിക്കാതിരിക്കാൻ മാക്സിമം നോക്കുന്ന കൂട്ടത്തിൽ ഇത്തിരി ഒരു മാന്യനാവാൻ നോക്കുന്ന, നന്നാവാൻ നോക്കുന്ന ഒരാളായിട്ടാണ്. പിന്നെ എക്സ്പ്രഷൻ ഒന്നും ആവേശത്തിന്റെ പോലെ ആവാതെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ഇറങ്ങുന്നതോടുകൂടി റോഷന്റെ ഒരു സിനിമ ആവേശത്തിലെ രംഗങ്ങളുടെ അമ്പാൻ, അതായത് സുഗുന്റെ അമ്പാനാണ് പാച്ചൻ. വീട്ടുകാര് നന്നാകാനായിട്ട് വിട്ടതാ. സുഖിച്ചേരന്റെ കൂടെ നന്നാവുമെന്ന് നിൽക്കുന്നതാ. പെട്ടെന്ന് ദിവസം മുങ്ങിയാളെ പണ്ടാണെങ്കിൽ വേറെ പേര് പറയത്തില്ലേ, ഇപ്പൊ നല്ല പേര് ഇപ്പോഴും ഡിലീറ്റ് ചെയ്താൽ കാരണം ഞാൻ ഓരോന്നോരോന്നായിട്ട് പ്ലീസ് ലൈക്ക് മൈ പിക്ചർ എന്ന് പറഞ്ഞിട്ട് ആ മൂടായിരുന്നു. പിന്നെ എന്റെ പേരൊക്കെ വേറെ ഫേസ്ബുക്കില് ചന്തു ചൻസ്. ശരിക്കും ഇപ്പോഴും അതെ, ഇപ്പോഴും ഫേസ്ബുക്കിലാണ് ആ പേരെന്റെ ചന്തു ചൻസ്. മലയാള സിനിമയിൽ ഓരോ വട്ടവും മലയാള സിനിമയെ ഡിഫൈൻ ചെയ്യുന്ന റൊമാൻറ്റിക് സിനിമകൾ ഉണ്ടാവാറുണ്ട്. പൈങ്കിളി സിനിമയുടെ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. സിനിമയെ പറ്റി സംസാരിക്കാൻ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന ചന്തു, സലീം കുമാർ, റോഷൻ, അല്ലുപ്പൻ, അശ്വതി എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. ഈ സിനിമയുടെ ട്രെയിലറിന് മൊത്തത്തിൽ ഒരു പ്രത്യേകതരം വൈബ് ഉണ്ട്. അതായത് നമ്മുടെ എവിടെയൊക്കെയോ പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന സാധനങ്ങളെ നമ്മൾ തന്നെ ട്രോളുന്ന പോലത്തെ ഒരു സുഖമുണ്ട്. അത് സിനിമയിൽ മൊത്തം കിട്ടുമോ? ഉറപ്പായിട്ടും. മുമ്പെപ്പോഴും കണ്ടു മറന്ന സാധനങ്ങള് അവിടെ ഇവിടെയും ലൈറ്റ് ആയിട്ടൊരു സ്പൂഫിന്റെ ലെയർ ഇങ്ങനെ പറയുന്നുണ്ട് കുറെ സീനുകളിൽ. നമ്മള് സ്പൂഫ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്നതല്ല, നമ്മള് റിയൽ ലൈഫിൽ സംസാരിക്കില്ലേ, നമ്മൾ ഓരോ സിനിമ ഡയലോഗുകളൊക്കെ സംസാരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത്തരം കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. സിറ്റുവേഷൻസ് പണ്ട് നമ്മള് കണ്ടിരുന്ന ടൈപ്പ് കാര്യങ്ങള്, സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഇല്ലേ സിനിമകളില്, അത്തരത്തിലൊരു സിനിമയാണ് പൈങ്കിളി. അതൊരു പുതിയൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ള ഒരിതുള്ളൂ. പഴയ മീറ്റർ എന്ന് പറയുന്നത്, പഴയ മീറ്റർ. അല്ലൂപ്പൻ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റില്? അടിപൊളിയായിരുന്നോ? ഡയറക്ടറിനൊക്കെ അടിപൊളിയായിരുന്നോ? കമ്പനി ആയിരുന്നോ? പാട്ടൊക്കെ പാടുണ്ടോ പടത്തില്? പാട്ട് പഠിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ പറ്റിയില്ല. ഡാൻസ് കളിച്ചെന്ന് പറയാം. പാട്ടില് കണ്ടായിരുന്നു. അല്ലാണ്ട് പടത്തില് സംഭവം ഉണ്ടോ എന്തെങ്കിലും? അല്ലൂപ്പന്റെ പടത്തിനകത്തുണ്ടോ അല്ലൂപ്പൻ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ? ഞാൻ സുഗുന്റെ പെങ്ങള്, ഇതെന്റെ മകൻ. മാമനാണ് സുഗു. മാമന്റെ മോൻ. മാമൻ ഒരു പരിപാടിയില്ലേ അതില് മാമന്റെ ഈ കുരിപ്പ് എന്നൊക്കെ പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു സൈൻ ചേട്ടൻ? ഈ ഡാൻസ് ഒക്കെ ആരാ പഠിപ്പിക്കുന്നത്? കൊറിയോഗ്രാഫർ വന്ന് നമ്മളെല്ലാരും പഠിപ്പിക്കുമായിരുന്നു. അല്ലുപ്പൻ ഇങ്ങനെ പെട്ടെന്ന് സ്റ്റെപ്സ് ഞങ്ങൾ ഒരുപാട് സ്റ്റെപ്പ് പഠിപ്പിക്കാൻ നോക്കി, അങ്ങനെ അധികം സ്റ്റെപ്പ് പഠിക്കാത്തതുകൊണ്ടാണ് സ്റ്റെപ്പിൽ ഒതുക്കിയത്. അല്ലുപ്പൻ എല്ലാ സ്റ്റെപ്പും പഠിച്ചു. നിങ്ങളൊക്കെ അല്ലുപ്പനെ ശ്രദ്ധിക്കുന്നത് മറ്റേ കൊച്ചു പൂമ്പാറ്റ വരുന്ന സമയത്താണോ? ഫസ്റ്റ് വീഡിയോ പാടുമോ കൊച്ചു പൂമ്പാറ്റ? കൊച്ചു പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ പൂവിലിരുന്നൊരു പൂമ്പാറ്റേ നാട് കറങ്ങുന്ന പൂമ്പാറ്റേ നീ ഓടിവ നീ ഓടിവ പൂങ്കരളെ പൂമ്പാറ്റേ പൂങ്കരളെ പൂമ്പാറ്റേ പാലു തരാഞ്ഞ വാവ തേനു തരാഞ്ഞ വാവ പാലു തരാം തേനു തരാം പവിഴച്ചുണ്ടിലൊരു മഴ. ഇവരെ പോലത്തെ ആക്ടേഴ്സിനെ കാണുമ്പോഴേ മീൻസ് ഒരു ക്യാമറ ഫെയർ ഇല്ലാണ്ട് വന്ന് പെർഫോം ചെയ്യുക, എന്ത് പരിപാടി കൊടുത്താലും ഓണാവുക, നമുക്ക് എന്തോ അങ്ങനെ തോന്നാറുണ്ട്. ഇവൻ ഇവനെ എന്ത് ചെയ്യാൻ പറഞ്ഞാലും അപ്പൊ തന്നെ അവന് പാടാൻ പറഞ്ഞ ഡാൻസിനും പാടില്ല. അപ്പൊ തന്നെ അതുപോലെ ചെയ്യാം, അത്രേ ഉള്ളൂ. അവൻ എന്ത് ചെയ്യും, അവൻ പറഞ്ഞാൽ മതി, അവൻ ചെയ്യും. അവനത് നാണിച്ചു നിൽക്കലോ പരിപാടി ഒന്നുമില്ല. പേടിയൊന്നുമില്ല. പേടി കാരണം ടേക്ക് തെറ്റിച്ചിട്ട് ഉള്ള പരിപാടി അങ്ങനെയൊന്നും. ഞങ്ങളൊക്കെ തെറ്റിക്കും പേടി കാരണം.
എങ്ങനെയുണ്ടായിരുന്നു അമ്മയൊക്കെ? കൊല അമ്മ അടിപൊളിയാണോ? ഇതിനെ കുറിച്ച് B32-44 കാണുമ്പോ വിചാരിച്ചിട്ടില്ല ഇത്രയും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയുടെ ഭാഗമാവും ഇത് ഉടനെ എന്നുള്ളത്. ഈ ആളുകളെ രസിപ്പിക്കുന്ന പടത്തിൽ അഭിനയിക്കുക അതിന്റെ ഒരു ജോഷ് വേറെ തന്നെ അല്ലേ? അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഭയങ്കര ഒരു എന്റർടൈനർ ആയിട്ടുള്ള Popular cinema. അതെ, പോപ്പുലർ സിനിമ. ഇതിനു മുമ്പ് ചെയ്തതൊക്കെ ഫെസ്റ്റിവൽ മോഡിലുള്ള സിനിമകൾ ചെയ്തതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. ഡയലോഗ്സ് ആണെങ്കിലും അത് പറയുന്ന രീതിയാണെങ്കിലും എല്ലാം വളരെയധികം ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ഇറ്റ് വാസ് എ വെരി എന്റർടൈനിങ് എക്സ്പീരിയൻസ് ഫോർ മീ. ചന്തു ഇതിനകത്തെ ത്രൂ ഔട്ട് ഒരു പ്രത്യേകത ഒരു കണ്ണിന്റെ എക്സ്പ്രഷൻ പിടിച്ചിട്ടുണ്ടല്ലോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സോങ് കണ്ടാ അറിയാൻ അത് എല്ലാവർക്കും ഒരു എക്സ്പ്രഷനാണ്, ബാക്കിയുള്ളവരെല്ലാം. ഇതിപ്പോ ഇവൻ സന്തോഷം പിടിച്ചേക്കുന്നത്. ഇപ്പൊ അമ്മയും അശ്വതിയൊക്കെ അവരുടെ മകൻ പ്രേമിക്കുന്നതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് വലിയ താല്പര്യമില്ല അത്. എനിക്ക് ആ സോങ് വലിയ താല്പര്യമില്ല. അതാണ് അതില് കാണിച്ചേക്കുന്നത്. കാരണം ഒരു താല്പര്യമില്ലാതെ കളിക്കുന്ന അതൊക്കെ. കാരണം ഇതില് ബന്ധു പോണം. കാരണം മറ്റേ അതായത് സുഖ ഡയലോഗ് പറയുന്നുണ്ടല്ലോ, ഡാൻസ് ചെയ്യുമെന്നുള്ളത്. ചുറ്റുള്ള എല്ലാവരും ഡാൻസ് ചെയ്യും. പ്രണയത്തിലാകുമ്പോ ഒരു ചുറ്റുള്ള ഡാൻസ് ചെയ്യുന്ന. പക്ഷെ എനിക്ക് താല്പര്യമില്ല ഡാൻസ് കളിക്കണേ. അതാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഈ ഡാൻസിന് മുമ്പ് ഒരു ലീഡർ അത് മനസ്സിലാവും. ഈ ആ കറക്റ്റ് അത് മനസ്സിലാവുണ്ടോ? ഒരു താല്പര്യമില്ല കളിക്കുന്നത്. അത് അയാൾക്ക് താല്പര്യമില്ല. ആ പ്രണയത്തിൽ അയാൾക്ക് താല്പര്യമില്ല. ഒന്നാം എക്സ്പ്രഷൻ എന്നിട്ടാണ് അത് എനിക്ക് ഓർമ്മയില്ല. ആനിമേഷൻ സിനിമയിലൊക്കെ അതായത് ഈ വലിയായിട്ടൊരു കാര്യം ചെയ്യുമ്പോ കൂടെ ഒരു സൈഡ് ഗിയർ ഉണ്ടായിരുന്നു. ഇങ്ങനെ നിൽക്കുന്നത് ഈ ചില ഫോക്സിന്റെ ഒക്കെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. അതുപോലെയാ അത് കറക്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരു ഡയലോഗ് പോലും പറയേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ അങ്ങനെ പിടിച്ചേക്കുന്ന എല്ലാവരും. റോഷന്റെ ക്യാരക്ടറാണ് പറയാൻ പറ്റാവുന്ന എന്തെങ്കിലും ട്രീറ്റ്? അതെ, എന്റെ ക്യാരക്ടറിന്റെ പേര് പാച്ചൻ എന്നാണ്. സഞ്ജയന്റെ ക്യാരക്ടറിന്റെ പേര് സുഗു സുജിത് കുമാർ. ചന്തുവിന്റെ ക്യാരക്ടറിന്റെ പേര് കുഞ്ഞായി, ഇത് കുഞ്ഞി. അപ്പൊ മറ്റേ സുമ, ഷീബ. അല്ലുപ്പൻ ഉണ്ണിക്കുട്ടൊന്നുമില്ലേ? അങ്ങനെ ഉണ്ണീന്നൊക്കെ റോഷന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സഞ്ജയ് കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. അതായത് ആവേശത്തിലെ രംഗങ്ങളുടെ അമ്പാൻ, അതായത് സുഗുവിന്റെ അമ്പാനാണ് പാച്ചൻ. എതിരെതിരും പാച്ചൻ സുഗുവിന്റെ കൂടെ ഉണ്ടാവും. വീട്ടുകാര് നന്നാകാനായിട്ട് വിട്ടതാ. സുഗുച്ചേട്ടന്റെ കൂടെ നന്നാവാൻ വന്ന് നിൽക്കുന്നതാ പാച്ചൻ എന്നല്ല എന്റെ ഒറിജിനൽ പേര്. റിച്ച് സെറ്റപ്പ് പാച്ചൻ നമ്മൾ വിളിക്കണതാ. എന്തോ വേറെന്തോ പേരാ. പേരെന്തായിരുന്നു ക്യാരക്ടറിന്റെ ഒറിജിനൽ പേരെന്താന്ന് ഓർമ്മയില്ല. സിനിമയില് വിളിക്കുന്നില്ല. സിനിമയില് പാച്ചനെന്നാണ് പേര്. അല്ലാതെ എന്തോ ഫ്രാൻസിസ് വലിയ എന്തോ തെക്കപ്പുറയ്ക്ക് അങ്ങനത്തെ വലിയൊരു പേരാ. ശരിക്കാണ് പാച്ചൻ എന്ന് വിളിക്കുന്നത്. ആവേശത്തിലുണ്ടായിരുന്നുണ്ട് പ്രത്യേക എക്സ്പ്രഷൻ. ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത് അതായത് നിങ്ങളുടെ ഒരു തുപ്പലിന്നാണ് ആ അടികളുടെ എല്ലാത്തിനും തുടക്കം. അപ്പൊ ഇതിലങ്ങനെ എന്തെങ്കിലും പ്രത്യേക മുഖഭാവം അങ്ങനെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അത് ആവേശത്തിന്റെ ഒരു വള്ളിയായിട്ടാണെങ്കിൽ ഇതിലങ്ങനല്ല. ഇതിലിപ്പോ വള്ളി പിടിക്കാതിരിക്കാൻ മാക്സിമം നോക്കുന്ന കൂട്ടത്തിൽ ഇത്തിരി ഒരു മാന്യനാവാൻ നോക്കുന്ന, നന്നാവാൻ നോക്കുന്ന ഒരാളായിട്ടാ. ആവേശത്തിൽ ലോക തല്ലിപ്പിളിയായിട്ടാണല്ലോ ശാന്തൻ എന്ന് പറഞ്ഞൊരു ട്രയലാണല്ലോ ഫുൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ, അപ്പൊ ഇതില് പിന്നെ എക്സ്പ്രഷൻ ഒന്നും ആവേശത്തിന്റെ പോലെ ആവാതെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പറയൂ അവിടെ. പക്ഷെ അരുൺചേട്ടൻ പറയും. അരുൺചേട്ടൻ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്. അരുൺചേട്ടൻ പറയും. പക്ഷെ ഇത് ആവേശത്തിലാട്ടോ. അപ്പൊ സജിൻ ചേട്ടനാണെങ്കിലും ചെയ്യുമ്പോ സജിൻ ചേട്ടൻ ഇങ്ങനെ ആലോചിക്കും, ഇത് ഞാൻ ആവേശത്തിലിട്ട സാധനം ഉള്ളതുകൊണ്ട് അങ്ങനെ മാറ്റും സജിൻ ചേട്ടൻ. അങ്ങനെ ഒരു ഇതുണ്ട്. ഇത് ഞാൻ മറ്റേ പൊന്മാലിൽ ചെയ്ത ഈ സാധനം എന്നൊക്കെ. അപ്പൊ എല്ലാം ചെയ്ത പുള്ളിക്ക് ഓർമ്മയുണ്ട് ഫുള്ള് എന്തൊക്കെ എവിടെയൊക്കെ ചെയ്തെന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഇവനും ഏകദേശം അങ്ങനെ തന്നെ ഇവന് അറിയാം എന്തൊക്കെ ചെയ്ത് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. ഭയങ്കര ഇതാ. ഭയങ്കര ഇറങ്ങുന്നതോടുകൂടി റോഷന്റെ ഒരു സിനിമ ഇല്ല ഭയങ്കര രസമാണ് ചെയ്തേക്കണേ. റോഷൻ ഈ ഒരു സെലക്ഷൻ ഉണ്ടല്ലോ ഇപ്പൊ ആവേശം എന്ന് പറഞ്ഞാൽ അറിയാം പാൻ ഇന്ത്യൻ ലെവലിലെ ആളുകൾ ആഘോഷിക്കുകയും ചിരിക്കും. നയൻതാര ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നിങ്ങളുടെ പേര് പറഞ്ഞ് പോസ്റ്റ് ഇടുക. അത്ര ആ ലെവലിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു പടം ചൂസ് ചെയ്യുക, ഇത് നാച്ചുറലി അങ്ങനെ വന്നതാ? അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ ആവേശത്തിന്റെ റിലീസിനൊക്കെ മുമ്പ് ആവേശത്തിന്റെ ഡബ് കഴിഞ്ഞ സമയത്ത് ചിത്തുച്ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാ, അവിടെ ഇതുപോലൊരു പരിപാടിയുണ്ട്, സച്ചിൻ ചേട്ടനാണ് ലീഡ്, സച്ചിൻ ചേട്ടൻ ആദ്യമായിട്ട് ഹീറോ വന്ന പടമാണ്. എനിക്ക് അതില് ജിത്തുച്ചേട്ടൻ വിളിക്കുമ്പോ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല, നമ്മൾ ആശാനാണല്ലോ. അപ്പൊ വേറെ ഒന്നും നോക്കാനില്ല. പിന്നെ കഥയും അടിപൊളിയാണ്. അതിപ്പോ നിങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാവും.
ഈ ജിത്തു മാധവൻ സ്ക്രിപ്റ്റിനുള്ള ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളെല്ലാ തവണയും കണ്ടിട്ടുള്ള നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു കാര്യത്തിന് അദ്ദേഹം വേറൊരു അതിന് ട്വീക്ക് ചെയ്തിട്ടാ പറ്റി. ഇപ്പൊ ഓജോ ബോർഡിനെ പറ്റി നമ്മൾ എത്രയോ തവണ കേട്ടിരിക്കുന്നു, പക്ഷെ അങ്ങനെ ഒരു പ്ലേസ്മെന്റിലേക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ ദംഷറാട്സ് നമ്മൾ കളിക്കുന്നു, അവിടെയാണ് ഒരു ഗുണ്ട ദംഷറാട്സ് കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ടേക്ക് വരുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും മൊമെന്റ്, അത് വളരെ റിലേറ്റബിൾ ആണ്, എന്നാൽ അതിന്റെ വേറെ ഡിഫറെന്റ് ഒരു ടേക്കാണ്. അങ്ങനത്തെ മൊമെന്റ്സ് ഭയങ്കര ഉണ്ടാവും. മൊമെന്റ്സ് ഈ ആവേശം രോമാഞ്ചം പോലത്തെ മൊമെന്റ്സ് അല്ല ഇതില്. അതൊക്കെ കുറച്ചും കൂടി അർബൻ സെറ്റപ്പിലുള്ള കഥകളാണല്ലോ. ഇത് വളരെ നാടനായിട്ടുള്ള വീടിനുള്ളിൽ നടക്കുന്ന പോലത്തെ, അല്ലെങ്കിൽ ഒരാള് ഇപ്പൊ പൈങ്കിളിന്ന് പേര് തന്നെ വരാൻ എന്തായിരിക്കും, ഇറ്റ് ഇസ് എ ലവ് സ്റ്റോറി. സംതിങ് ഇസ് ഹാപ്പനിങ് വിത്ത് ദിസ് സുഗു എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആൻഡ് ഓൾസോ അനശ്വരയുടെ ക്യാരക്ടറും ഇവരുടെ ഒരു ലവ് സ്റ്റോറി സാധനം ഉണ്ടല്ലോ ഇവിടെ റിയൽ ലൈഫിലുള്ള, അങ്ങനത്തെ സാധനമാണ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ലവ്. ഇപ്പൊ ബാക്കി രണ്ട് സിനിമകളിൽ പറഞ്ഞ ഇപ്പൊ ഗെയിംസ് കൊണ്ട് ഇങ്ങനെ കുറച്ച് നമ്മൾ കാണാത്ത സാധനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ അതല്ല, ഇതില് സെപ്പറേറ്റ് വേറൊരു സാധനം തന്നെയാണ്. ഇതിൽ തന്നെ പല സ്ഥലത്ത് ഈ ഫേസ്ബുക്ക് വളരെ റെഫറൻസ് ആയിട്ട് വരുന്നത് പോലെ തോന്നി പടത്തിന്റെ ട്രെയിലറുകൾ കണ്ടപ്പോഴേ. നിങ്ങൾ പേഴ്സണലി ഫേസ്ബുക്ക് നിങ്ങളുടെ പണ്ടത്തെ വേർഷൻസ് ആലോചിക്കാറുണ്ടോ? ഇപ്പൊ ഇത് വരുമല്ലോ, മെമ്മറി വരുമല്ലോ, അപ്പൊ ഓരോന്നേ ഡിലീറ്റ് ചെയ്ത് ഇപ്പോഴും ഇപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട്. പഴയ മറ്റേ ഇതുണ്ടല്ലോ, പ്ലീസ് ലൈക്ക് മൈ പിക്ചർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അടുത്ത് ഞാൻ സംഗീതിന്റെ പഴയൊരു ഷോർട്ട് ഫിലിമിന്റെ ലിങ്ക് തപ്പിട്ട് ഞാൻ ഇങ്ങനെ പോയി കഴിയുമ്പോ ഞാൻ സംഗീതത്തിന് അയച്ചേക്കുന്നത് എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പ്ലീസ് ലൈക്ക് മൈ പ്രൊഫൈൽ പിക്ചർ സംഗീത് ഞാൻ ഒരുമിച്ച് ഓടിച്ചതാ. എന്റെ സീനിയറാ സംഗീത്. അവൻ അയച്ചു കൊടുത്തേക്ക് ഇങ്ങനെ ആ മൂടായിരുന്നു. പിന്നെ എന്റെ പേരൊക്കെ വേറെ ഫേസ്ബുക്കില്, ചന്തു ചൻസ്. ഇപ്പോഴും അതെ, ഇപ്പോഴും ഫേസ്ബുക്കിലാണ് പേരെന്റെ, ചന്തു ചൻസ്. റോഷനുണ്ടോ അങ്ങനെ ഒരു പണ്ടോട്ടുള്ള പേര് മാറ്റിയിട്ടില്ല, പക്ഷെ ഈ പറഞ്ഞ എഡിറ്റഡ് പിക്ക് ഒക്കെ ഇടുന്നത് ലെൻസ് ഫ്ലെയർ ഇടും. ഞാൻ എഡിറ്റ് ചെയ്യും, ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ ലെൻസ് ഫ്ലെയർ വെറുതെ ഇങ്ങനെ കാച്ചാൻ പൂച്ച വിടും എല്ലായിടത്തും. ഫുൾ ടൈം സപ്പോർട്ട്. അത് ആ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. പിന്നെ നമ്മളത് ജസ്റ്റ് ഒന്ന് മാറ്റി, ഇവരെ കളിയാക്കിക്കൊണ്ടുള്ള പരിപാടിയായിരുന്നു. പിന്നെ നമ്മൾ തന്നെ അവരെ കളിയാക്കിക്കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യാത്ത പോലൊക്കെ. അതെ, ഇല്ല, ഞാൻ കുറച്ച് ജെൻസിയാ. അല്ല അങ്ങനെയല്ല, ഫേസ്ബുക്ക് അക്കൗണ്ട് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു സ്കൂൾ, അതൊക്കെ ഇപ്പൊ ഇല്ല. പക്ഷെ ഇങ്ങനെ ലൈക്ക് ഫോർ ലൈക്ക് ഒക്കെ ചോദിക്കുമായിരുന്നു. അതൊന്നും ഇപ്പൊ അങ്ങനെ മെമ്മറീസ് ഒന്നും വരുന്ന അങ്ങനെ കാണാറില്ല. കുറച്ചും കൂടി ജെൻസിയാണ് നമ്മുടെ അവിടെ ഫേസ്ബുക്ക്. പക്ഷെ ആ കാലഘട്ടമല്ലോ, അത് സാധാരണ നമ്മളെ മറ്റേ ഇവരൊക്കെ ഇല്ലേ, ഗുൽമോഹർ, ആ ടീമുകളില്ലേ, സുഖു ആ ടീമില് സീരിയസ് ആയിട്ടുള്ള ഇതല്ലെങ്കിലും സുഖു അവരെക്കാൾ കുറച്ചും കൂടെ മാന്യനാണ്. ഗുൽമോഹറിനേക്കാൾ കുറച്ചും കൂടെ മാന്യനാണ് സുഖു. നിങ്ങൾക്ക് ഈ കുറിപ്പ് എഴുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ഫേസ്ബുക്കില്? അതായത് ഞാൻ ഇപ്പോഴും എഴുതാറുണ്ട്. അതല്ല, മറ്റേ മഴയത്ത് നടക്കുന്നതാണ്. അതൊന്നും എഴുതാറുണ്ട്, അങ്ങനെ എഴുതാറുന്നില്ല. ഞങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പടത്തിന്റെ ഇതിന് വേണ്ടിട്ട്. അപ്പൊ അതില് ഞങ്ങൾ ജിത്തുചേട്ടനെ ഞാനൊക്കെ വെറുതെ എഴുതിയിട്ടുണ്ട് ഗ്രൂപ്പിൽ. ഇങ്ങനെ ഓരോ പൈങ്കിളി പരിപാടികളൊക്കെ എഴുതിയിട്ടുണ്ട്. ചേട്ടനെ എഴുതിയിടാറുണ്ട് ഗ്രൂപ്പിൽ ഇപ്പോഴും. അല്ലുപ്പൻ, ഈ വ്ളോഗിനൊക്കെ എങ്ങനെയാ സമയം കണ്ടെത്തണേ? സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് പോയിട്ട് വന്നിട്ട് വീഡിയോ ആര് എഡിറ്റ് ഒക്കെ ചെയ്യണേ? എന്റെ കണ്ണൻ ചേട്ടനുണ്ട്, ആ ചേട്ടൻ എഡിറ്റ് ചെയ്യും. ഓക്കെ. ഒരു മീൻകറി വെച്ചൊരു വ്ളോഗ് കണ്ടായിരുന്നല്ലോ, അത് ശരിക്കും നിങ്ങൾ തന്നെ വെച്ച മീൻകറി ആണോ? ആണോ? കടയിൽ പോയി മീൻ മേടിച്ചു വന്നിട്ട് ഉണ്ടാക്കി. ഓക്കെ. ഈ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് ആളോട് ഫാൻസ് ഒക്കെ ആയിട്ട് വന്നിട്ട് സംസാരിക്കുമല്ലോ, അപ്പൊ അവരോട് സെൽഫി ഒക്കെ എടുക്കാൻ സമയം കിട്ടാറുണ്ടോ? യൂട്യൂബിലത്തെ ഇൻഫ്ലുവൻസേഴ്സിന് ഉണ്ടാവുന്ന ഒരു ഫെയിം, അവർ ആക്ച്വലി സൂപ്പർ സ്റ്റാർസിനെ പോലെ തന്നെ ഇപ്പോഴും വന്നിറങ്ങുമ്പോഴുള്ള ഫോളോയിങ്, അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കി ഡിസൈൻ ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഈ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ അത് നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ക്രൈസിസോ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ടാക്കാറുണ്ടോ? എനിക്കങ്ങനെ ഇൻസെക്യൂരിറ്റി, ഐ മീൻ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ അവര് അതുപോലെ കോണ്ടന്റ് ഇടുന്നതുകൊണ്ടാണ്, അവര് അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നതുകൊണ്ടാണല്ലോ അവർക്ക് ഫാൻസ് ഉള്ളത്. അപ്പം ഞാനിപ്പോ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ആവാനോ യൂട്യൂബർ ആവാനോ ഞാൻ എഫേർട്ട് എടുത്തിട്ടില്ല. ഞാൻ ആക്ടിങ് ചെയ്ത് ഇപ്പൊ ആക്ടറായിട്ട് ഇപ്പൊ ഈ പൈങ്കിളി വരെ എത്തി നിൽക്കുന്ന ആളാണ്. അപ്പം ഗ്രാജുവലി എനിക്ക് ആ ഒരു വളർച്ച ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. സോ അതെന്നെ അങ്ങനെ ഇൻസെക്യൂർ ആക്കുന്നില്ല. അവരിടുന്ന എഫേർട്ടിന് അവര് ദേ ആർ ഗെയിനിങ് ഫാൻസ്. അലുപ്പനെയൊക്കെ സെറ്റിലൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേക്കും അലുപ്പൻ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരുമായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഓർക്കും, ഓക്കെ അതെ ജിസ്മ ആണെങ്കിലും
ഇവരെയൊക്കെ ഓൾറെഡി യൂട്യൂബിലൂടെ ആൾക്കാർക്ക് അറിയുന്നത് കൊണ്ട് സെറ്റിൽ തന്നെ പരിസരത്തൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ട് അവരോട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഓക്കെ ദേ ആർ ഫേമസ് അതുകൊണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഇൻസെക്യൂരിറ്റി ഒന്നും തോന്നിയിട്ടില്ല. ഗ്രാജുവലി അളിയനായിട്ട് അഭിനയിച്ച ചേട്ടനും യൂട്യൂബിൽ അതെ അതെ. അപ്പോൾ ഇവരെല്ലാവർക്കും കിട്ടുന്ന ആ ഒരു ഗെയിൻ അവരുടെ എഫേർട്ട് കൊണ്ടാണെന്ന് നമുക്ക് അറിയുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇൻസെക്യൂരിറ്റി ഒന്നും ഇല്ല. പിന്നെ ഗ്രാജുവലി ഇപ്പൊ പൈങ്കിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഫേമസ് ആവും. ഈ ആ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഫേസ് ഇപ്പൊ മിസ് ചെയ്യാറുണ്ടോ? ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അങ്ങനെ വന്ന ഒരാളൊന്നുമല്ല. ഞാൻ ശരിക്കും വീഡിയോസ് ചെയ്ത് തുടങ്ങിയത് ഇപ്പൊ എന്താ പറയണ്ട, നമുക്ക് സിനിമയിൽ എത്തിപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗമായിരിക്കും എന്ന് വെച്ചിട്ടാണ് യൂട്യൂബിലും ഇതിലൊക്കെ വീഡിയോസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ റീൽസിലെ കോണ്ടന്റ് ക്രിയേഷനിലും അങ്ങനെ കോൺസെൻട്രേറ്റ് ആയിട്ട് അല്ല ചെയ്തോണ്ടിരുന്നത്. ഇങ്ങനെ നമുക്ക് പറ്റുന്നത് ചെയ്തിടുക. ഈ റീലിന്റെ ടൈമിങ് വെച്ച് അങ്ങനൊന്നും അല്ല. ഞാൻ എപ്പോൾ ചെയ്താലും വീഡിയോ 2.5 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ പോയിപ്പോ. അങ്ങനെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും എഫേർട്ട് ഇട്ട് വീഡിയോസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളായിരുന്നു. കോണ്ടന്റ് ക്രിയേഷന്റെ അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. ആരെങ്കിലും നമ്മളെ ടാലന്റ് ആണെങ്കിൽ വിളിക്കട്ടെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഇടുന്ന വീഡിയോസാണ്. മലയാള സമൂഹം മൊത്തം ഈ തന്ത വൈബിനെ ഡിഫൈൻ ചെയ്തതും അല്ലെങ്കിൽ തന്ത വൈബിനെതിരെ പ്രതികരിച്ചതും അതിന് ഏറ്റവും സർക്കാസ്റ്റിക് ആയിട്ട് സമീപിച്ചതായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള അച്ഛനായിരുന്നു. അപ്പം ആ ഒരു പ്രതികരണത്തിന് ശേഷം അത് വൈറലായതിനു ശേഷം നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും അതിനെ പറ്റി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ വെച്ചാ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിടയ്ക്ക് സംസാരിക്കണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോ സംസാരിക്കാറുണ്ടെന്നല്ലാതെ അതിനെപ്പറ്റി ചർച്ചയൊന്നും ചെയ്യാറൊന്നുമില്ല. അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ. അച്ഛൻ എന്താ ഇവരെ ഡിഫൈൻ ചെയ്തത്? അതിനെപ്പറ്റി എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അച്ഛനോട് യോജിപ്പാണ്? അച്ഛനോട് യോജിപ്പാണ്? യോജിപ്പില്ല. എനിക്കതിന് യോജിപ്പൊന്നുമില്ല. നമ്മളാണല്ലോ നമ്മളെ പറ്റിയാണല്ലോ പറയുന്നത്. അച്ഛൻ ഉദ്ദേശിച്ചത് മക്കളെ രണ്ടുപേരെയാ. അച്ഛൻ കാണുന്ന ഈറ്റകളെയാണല്ലോ. മക്കളെ രണ്ടുപേരായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. കുറെ പേര് ഈ 90s അച്ഛൻ 90s കിഡ് അല്ലല്ലോ. 90s കിഡ്സ് ഒക്കെ വിചാരിക്കുന്നുണ്ട് അവരെ പറ്റിയാ പറഞ്ഞതൊക്കെ. അങ്ങനെ ഒന്നും ആയിരിക്കില്ല. അതിന് മുമ്പുള്ള ആൾക്കാരായാലും എനിക്ക് പറഞ്ഞേക്കുന്നത്. ഇപ്പത്തെ ഈ കിഡ്സിന്റെ അതായത് ഇപ്പൊ സ്കിബിഡി, പൂക്കി, സിറ്റുവേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ സലീം കുമാറിന് അവെയർ ആണോ, അല്ലെങ്കിൽ അദ്ദേഹം അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? എനിക്ക് സ്കിബിഡിയും പൂക്കി അറിയാം. എനിക്ക് അതെന്താണെന്ന് അറിയാം. പക്ഷെ പൂക്കി എന്താ ഉദ്ദേശിക്കുന്നത് അറിയാം. സ്കിബിഡി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല, സ്കിബിഡി ആക്ച്വലി എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത്. പൂക്കി എനിക്ക് ക്യൂട്ടായിട്ട് തോന്നുന്നത് കൊണ്ട് ഒരാളെ പൂക്കി എന്ന് വിളിക്കും. സ്കിബിഡി ഐ ഡോണ്ട് റിമെമ്പർ. സിറ്റുവേഷൻഷിപ്പ് ഐ നോ. നമ്മള് പൂക്കി എന്ന് വിളിക്കണ എന്തെങ്കിലും ക്യൂട്ടായിട്ട് ചെയ്യാൻ നോക്കി പരാജയപ്പെടുന്നവന്മാരെയാണ് പൂക്കി എന്ന് വിളിക്കണത്. നമ്മള് പൂപ്പി കാലത്തിന്റെ പരാജയപ്പെടുന്നവരാണ് നമ്മള് പൂക്കി എന്ന് വിളിക്കുന്നത്. നമ്മുടെ അങ്ങനെ കേട്ടിട്ടുണ്ട് പാട്ടിലൊക്കെ. അതാണ് അതല്ല പൂക്കി എന്നൊക്കെ വെക്കുമ്പോഴേ ഈ റിബൺ വരുന്നതിന്റെ പിന്നിലെ കാര്യം എന്താ ശരിക്കും സംശയം? പിന്നെ ഇവിടെ എന്താ ശരിക്കും റിബൺ വരാൻ അതിന്റെ പിന്നിലത്തെ ഒരു കാര്യം എന്താന്ന്? ക്യൂട്ടായിട്ട് തോന്നുന്നത് കൊണ്ടാണ് അത് അങ്ങനെ വെച്ചിരിക്കുന്നത്. കുറച്ച് പൂക്കി എന്ന് പറയുന്നത് ഇത് ലവ് ആണ്. പക്ഷെ ഇത് വേറെന്തോ പേരെന്തോല്ലേ? കൊറിയൻ ലവ്. കൊറിയൻ എന്ന് വെച്ചാൽ BTS ആൾക്കാർ ചെയ്താണ് ഇങ്ങനെ ഇതിൽ വന്നാണ് ഞാൻ അറിയുന്നത്. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പാരലൽ വേൾഡ് ഉണ്ട്. ഇങ്ങനത്തെ കുറെ പാരലൽ വേൾഡ് എന്നല്ല, അത് ആക്ച്വൽ വേൾഡ് ചിലപ്പോൾ നമ്മൾ പാരലൽ വേൾഡിലായിരിക്കും. അതായിരിക്കും ഇത് വേണമെങ്കിൽ. അപ്പൊ അത് കൂടെ അവെയർ ആവേണ്ട കാര്യമുണ്ടല്ലോ നമുക്ക്. കാരണം ആസ് ആക്ടേഴ്സ് ഇപ്പൊ അങ്ങനെ ഇപ്പൊ ജെൻസി ക്യാരക്ടറാണ് വരുന്നത് ചന്ദൂരെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പൊ നമ്മൾ കുറച്ച് ഈ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞ പോലെ ഒരു തന്തവൈബിലേക്ക് കിടക്കുന്നുണ്ട്. അങ്ങനെ തോന്നലുകളുണ്ടോ? ഞാൻ കുറച്ച് തന്തവൈബാണെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. എനിക്ക് പുതിയ ആൾക്കാരുടെ പരിപാടികളൊന്നും അത്ര നമ്മളിങ്ങനെ എന്നുള്ളൊരു സാധനം വരും. അവര് ഓരോന്ന് ചെയ്യുമ്പോഴേക്ക് അത് ഇവരും അങ്ങനെ തന്നെ. നമുക്ക് കാണുമ്പോ എന്തൊക്കെയും സംഭവിക്കണെന്നുള്ളൊരു സാധനം നമ്മളൊന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ പരിപാടികളൊന്നും. നമുക്ക് സിറ്റുവേഷൻഷിപ്പ് എന്താണെന്നറിയില്ല. പിന്നെ വേറെന്തായിരുന്നു, വേറെ കുറെ സാധനങ്ങളുണ്ട്. കുറെ ഷിപ്പുകളുണ്ട്, ഒരുപാട് ഷിപ്പ്. ഇതൊക്കെ എന്ത് ഷിപ്പാണ്? ബ്രെഡ് ക്രാംബ്ലിംഗ്. ചേട്ടന് നല്ല ഗ്രാഹ്യമുണ്ട് ഇതിനെ കുറിച്ച്. പഠിക്കാമല്ലോ. സബ്മറൈനിങ് പെട്ടെന്ന് കാണാണ്ടാവുക. അതായത് ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ടല്ല. നമ്മളിങ്ങനെ പ്രേമിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സബ്മറൈൻ പോലെ മുങ്ങി പോവുക. പിന്നെ നമ്മുടെ കാലത്തുണ്ടായിരുന്നു. നമ്മുടെ കാലത്തുള്ള സാധനത്തിന് ഇപ്പൊ ശരിക്കും പേര് വരണതാണോ ഇതൊക്കെ?
ആയിരിക്കും അല്ലേ? അല്ല ഞാനങ്ങനെ കാരണം നമ്മുടെ കാലത്തുണ്ടാവുന്ന തോന്നിയാസികളുണ്ടോ? വൈബ് അതെ അതെ മൊത്തത്തിൽ ചേർത്താണ് പ്രേമിച്ച് പറയുന്നത്. പെട്ടെന്ന് തേച്ചിട്ട് പോയ ആളുകളായി നമ്മുടെ കാലത്തുണ്ടോ? പറയുന്നത്. ഈ തന്തവൈബ് ശരിക്കും ഇപ്പൊ ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾക്ക് വരുന്നതിനാണോ അത് പറയുന്നത്? അതിപ്പോ ഓരോ കാലഘട്ടത്തിൽ ഓരോ 10 വർഷം കഴിയുമ്പോഴും കുറെ ആൾക്കാർ ഇങ്ങനെ ഈ പഴയ ഓൾഡ് സ്കൂൾ വൈബിലേക്ക് പോകും. അപ്പൊ അവർക്ക് ഓരോ കാലത്ത് ഓരോ പേര് വരുന്നേ ഉള്ളൂ. അല്ലാതെ അപ്പൊ ഈ അശ്വതി അല്ലുപ്പന്റെ വൈബിലേക്ക് എത്താൻ വേണ്ടി എന്താ ഞാൻ ചെയ്യുന്നത്? അല്ലുപ്പന്റെ വൈബല്ല. ഞാൻ 99 ബോണാ. 97 കഴിഞ്ഞുള്ള എല്ലാവരും ജെൻസി ആണ്. ജെൻസി. ഓക്കെ. അപ്പം പക്ഷെ എന്നാൽ എനിക്ക് ഈ മറ്റേ സ്മാർട്ട് ഫോൺ ഒക്കെ വരുന്നതിന് മുമ്പത്തെ കാലമൊക്കെ എനിക്ക് അറിയാം അത്യാവശ്യം. ഓക്കെ, മറ്റേ ചെറിയ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉള്ള കാലം ഓർക്കുട്ട് പോയി ഫേസ്ബുക്ക് വന്ന് അതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എനിക്കൊരു ബ്രദറുണ്ട്. അപ്പൊ ബ്രദറിന്റെ ആ ഒരു കാലമൊക്കെ ഞാനും കണ്ടതുകൊണ്ട് എനിക്ക് അറിയാം. അത് ഇത്രയും മറ്റേ ഇതിപ്പോ ആൽഫ മറ്റേ അവിടേക്ക് എത്തി. ജെൻസിയുടെ ആൽഫ ഉണ്ടല്ലോ. ആണല്ലേ? ഇവരതൊക്കെ അറിഞ്ഞു വരുന്നത്. വീട്ടിൽ സോ അങ്ങനെ ഓരോ സമയത്തും പിന്നെ പണ്ടും ഈ ഇപ്പൊ സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ വിളിക്കുന്ന സാധനമൊക്കെ പണ്ടും ഉണ്ട്. ഇപ്പൊ അതിന് പേരിട്ട് എല്ലാവരും വളരെ ഇങ്ങനെ ഭയങ്കര ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സാധനമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഇപ്പൊ പ്രേമിച്ച് പെട്ടെന്നൊരു ദിവസം മുങ്ങിയാളെ ഇപ്പൊ എന്താ പറയുന്നത്, സബ്മറൈനിങ്. പണ്ടാണെങ്കിൽ വേറെ പേര് പറയത്തില്ലേ, ഇപ്പൊ സബ്മറൈൻ. നല്ല പേര്. ഈ പൈങ്കിളിയിലെ കുഞ്ഞായി ഏകദേശം, അതായത് പുള്ളി 90s കിഡാ. സുഗുവിന്റെ സെയിം ഏജാ, സുഗുവിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാ. പക്ഷെ പുള്ളി ജെൻസി കിഡ്സ് ആയിട്ട് വൈബ് ചെയ്യാൻ നോക്കുന്നല്ല, അവരായിട്ട് പല പല രീതിയിലുള്ള പരിപാടികളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. വളരെ മാന്യമായിട്ട് ചെറുപ്പക്കാരൻ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാ ആള്. ഇവിടുന്ന് അങ്ങോട്ട് പോയി, ഇവിടെ തന്നെ നിൽക്കുന്നതും അങ്ങോട്ട് പോവുകയും ചെയ്തു. അങ്ങനത്തെ ഒരു പരിപാടിയാ. നിങ്ങൾ ഈ തന്തവൈബ് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഈ റിലാക്സ്ഡ് ഫിറ്റ് ഇടുക, മറ്റേ കൊറിയൻ ബ്രാൻഡുകളുടെയൊക്കെ ഷൂസ് ഉപയോഗിക്കുക, അതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും വയറ് കാണാതിരിക്കാൻ വേണ്ടി റിലാക്സ് ഫിറ്റ് ഇടുന്നത്. ഇങ്ങനെ കടന്നോളൂ. ചൈനയൊക്കെ ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വയറ് കാണും. ആണ് മെയിൻ ആയിട്ടുള്ളത്. തന്തവൈബിന് ഇതായിട്ടല്ല. ഇപ്പൊ പൈങ്കിളി കാണുന്ന ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അതായത് നമ്മളെ തന്നെ സ്വയം ട്രോളുന്ന, അതായത് ഒരു 25 to 35 ഉള്ള ആളുകൾ കടന്നുപോയ ഒരു കാലഘട്ടം അവർ ചെയ്തിട്ടുണ്ടായിരുന്ന, അന്ന് ഭയങ്കര ക്യൂട്ടാണെന്നും ഇന്ന് ഭയങ്കര ക്രിഞ്ചാണെന്നും തോന്നുന്ന കാര്യങ്ങൾ, അതിന്റെ ഒക്കെ ഒരു സ്പൂഫും അവസ്ഥ അത് പൈങ്കിളിയിൽ കിട്ടുമോ? കിട്ടും, ഉറപ്പായിട്ടും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ അതിന്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ലെയർ ഇങ്ങനെ സ്പൂഫ് പോലെ. ആവേശത്തിലൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ട്രാക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ രംഗണ്ണനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട്, ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട്. അതും പൈങ്കിളിക്ക് ഉണ്ടാവും. ഉറപ്പായിട്ടും സുഖമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. സുഖുവിന്റെ സീലിലൂടെ കടന്നിട്ടുള്ളവരായിരിക്കും മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും. ഉറപ്പായിട്ടും പടം തുടങ്ങുമ്പോൾ തന്നെ ആളുകൾക്ക് സുഖം എന്താന്ന് മനസ്സിലാവും. ബേബി ബേബി എന്നൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. വൈബ് പാട്ടാണ്. അപ്പൊ ആ പാട്ടിൽ നിന്നൊക്കെ അതുപോലെയാണ് സിനിമ. അങ്ങനത്തെ കോമഡികളൊക്കെ ആയിരിക്കുള്ളൂ സിനിമയില്. അതിലിപ്പോ പറഞ്ഞിട്ട് ഇവിടെ അങ്ങനത്തെ വീട്ടിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. സുഖുവിന്റെ എൻട്രി കണ്ടില്ലേ, അതുപോലെ ആയിരിക്കും സുഖു ബിഹേവ് ചെയ്യുന്നതൊക്കെ. അത്തരത്തിലുള്ള സിനിമയാണ്. ചിരിയും അതൊരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിരിയൊന്നും ആയിരിക്കില്ല. ചിലപ്പോ വേറെ രീതിയിലേക്കാണ് ചിരിക്കുന്നതൊക്കെ. അത്തരത്തില് എന്താ ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്ന ഈ ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ. പഴയ ആൾക്കാർ ഭയങ്കര ഓവർ ആക്ടിങ് ആയിരുന്നു. ആ മീറ്ററാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. പിടിക്കാൻ കുറച്ച് പാടാണ്. അതെ അതെ.